നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പ് ഇന്ന് നടക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വിശദവിവരങ്ങളൊന്ന് നോക്കുകയാണ്. ഇന്ന് എപ്പോൾ എവിടെ വെച്ച് നമുക്ക് എങ്ങനെ ലൈവ് കാണാൻ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഈ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നു. എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ ദി ഹൗസ് ഓഫ് യൂറോപ്യൻ ഫുട്ബോളിൽ യുവേഫയുടെ ആസ്ഥാനത്ത് നിയോണിലാണ്, അതായത് സ്വിറ്റ്സർലൻഡിലെ നിയോണിലാണ് ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നത്. ദി ഡ്രോ ടേക്സ് പ്ലേസ് അറ്റ് ദി ഹൗസ് ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ ഇൻ നിയോൺ, സ്വിറ്റ്സർലൻഡ് എന്ന് ഒഫീഷ്യലി യുവേഫ തന്നെ അറിയിച്ചിട്ടുണ്ട്. എപ്പോഴാണ് നറുക്കെടുപ്പ് എന്ന് ചോദിച്ചാൽ CET സമയം 12 മണിക്കാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് 4:30 PM ഈ ഒരു ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പുള്ളത്. നമുക്ക് എങ്ങനെ ലൈവ് കാണാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ദി ഡ്രോ വിൽ ബി സ്ട്രീംഡ് ലൈവ് ഓൺ uefa.com, യുവേഫ TV ആൻഡ് ദി ഒഫീഷ്യൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആപ്പ്. ഇതിലൂടെയൊക്കെ നമുക്ക് ലൈവ് കാണാൻ പറ്റും. uefa.com വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ലൈവ് കാണാൻ പറ്റും. യുവേഫ TVയിൽ ലൈവ് കാണാൻ പറ്റും. അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒഫീഷ്യൽ ആപ്പിലും നമുക്ക് ലൈവ് കാണാൻ പറ്റും. ഇനി ഏതൊക്കെ ടീമുകൾ, എന്താണ് ഡ്രോയുടെ പ്രൊസീജിയർ? നിങ്ങൾക്കറിയാവുന്ന പോലെ ലീഗ് ഘട്ടത്തിൽ നിന്ന് വിജയിച്ച് വന്ന 8 ടീമുകൾ സീഡഡ് ടീമുകളാണ്. അവരെ ഓരോ പെയറാക്കി തിരിച്ചിട്ടുണ്ട്. ആഴ്സണൽ, ബയൺ മ്യൂണിക്ക്, ലിവർപൂൾ, ടോട്ടൻഹാം, ബാഴ്സലോണ, ചെൽസി, സ്പോർട്ടിങ്, മാഞ്ചസ്റ്റർ സിറ്റി, ഈ ടീമുകളാണ് സീഡഡ് ടീമുകൾ. സോ ആഴ്സണലും ബയണും ഒരു പെയറായിരിക്കും, ലിവർപൂളും ടോട്ടൻഹാമും അടുത്ത പെയറായിരിക്കും, ബാഴ്സലോണയും ചെൽസിയും അടുത്ത പെയറായിരിക്കും, സ്പോർട്ടിങ് CP മാഞ്ചസ്റ്റർ സിറ്റിയും അടുത്ത പെയറായിരിക്കും. പിന്നെ ഈ നോക്കൗട്ട് പ്ലേ ഓഫ് കടന്നു വന്ന ടീമുകൾ 5 ടീമുകളാണ്. റയൽ മാഡ്രിഡ്, പാരീസ് സെന്റ് ജർമ്മൻ, ന്യൂകാസിൽ യുണൈറ്റഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, ആറ്റലാന്റ യുണൈറ്റഡ്, ബയർ ലെവർക്യൂസൻ, ഗാലറ്റസറായി, ബോഡോ ക്ലിംറ്റ്, ഇങ്ങനെയാണ്. ഇനി ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ ഡ്രോ ഇന്ന് തന്നെ വരും എന്ന് പറഞ്ഞാൽ അതും ഇന്നത്തെ ഡ്രോയോടൊപ്പം തന്നെ ആരോടൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഏതാണ്ടൊരു ധാരണയുണ്ടാക്കും. നമ്മൾ പറഞ്ഞ പോലെ ഈ പൊസിഷൻ 1 and 2 ഉള്ളവർ ഒരു പെയറും, 3 and 4 അടുത്ത പെയറും, 5 and 6 അടുത്ത പെയറും, 7 and 8 അടുത്ത പെയറുമായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡ്രോ ഉണ്ടാവുക. എന്നിട്ട് ഓരോ ടീമുകളെയും ഈ പ്ലേ ഓഫ് വഴി കയറി വന്ന ടീമുകളെ അവരുടേതായിട്ടുള്ള എതിരാളികളിലേക്ക് ഇങ്ങനെ ഡ്രോ ചെയ്ത് പോവുകയാണ് ഉണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി കൃത്യമായിട്ട് റൂൾസ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പെയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പെയർ 1 and 2 അത് ആർസണൽ ആൻഡ് ബയൺ ആണ്. അപ്പോൾ അവരുടെ എതിരാളികളായിട്ട് വരാൻ സാധ്യതയുള്ളത് അറ്റ്ലാന്റ ഓർ ബയർ ലെവർക്യൂസൻ. നറുക്കെടുപ്പിലൂടെ അത് തീരുമാനിക്കും. അതുപോലെ അടുത്ത പെയർ വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി, സ്പോർട്ടിങ് CP പെയറാണ്. അപ്പോൾ അവരുടെ എതിരാളികളായിട്ട് റയൽ മാഡ്രിഡോ ബോഡോ ഗ്ലിംറ്റോ വരും നറുക്കെടുപ്പിലൂടെ. അടുത്ത പെയറായിട്ട് ലിവർപൂൾ, ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ്. അപ്പോൾ അവരുടെ എതിരാളികളായിട്ട് ഗാലറ്റസറായിയോ അത്ലറ്റിക്കോ മാഡ്രിഡോ വരും. ദെൻ അടുത്ത പെയറായിട്ട് ബാഴ്സലോണ ആൻഡ് ചെൽസിയാണ്. അപ്പോൾ അവരുടെ എതിരാളികളായിട്ട് പാരീസ് സെന്റ് ജർമ്മനോ ന്യൂകാസിൽ യുണൈറ്റഡോ വരും. ഈ രൂപത്തിലാണ് ഇതിൻ്റെ ഈ ഒരു പെയറിംഗ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇനി ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്: ഒന്ന്, ക്യാൻ ടീം ഫ്രം സെയിം കൺട്രി ഫേസ് ഈച്ച് അതർ ഇൻ ദി ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽസ് എന്നൊക്കെയാണ്. ഒരേ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുമോ എന്നുള്ളതാണ്. പ്രീ ക്വാർട്ടറിലും സെമി ഫൈനലിലും ക്വാർട്ടർ ഫൈനലിലും ഒക്കെ യെസ് എന്നാണ്. അതായത് ഒരേ അസോസിയേഷനിൽ നിന്നുള്ള ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതോടൊപ്പം തന്നെ ലീഗ് ഫേസിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ള ടീമുകൾ തമ്മിലും ഏറ്റുമുട്ടാം. അപ്പോൾ അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു റൂൾ എന്ന് പറയുന്നത്. ഇനി റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ മത്സരങ്ങളൊക്കെ എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? റൗണ്ട് ഓഫ് 16 മത്സരത്തിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ മാർച്ച് 10, 11, മാർച്ച് 17, 18 ഈ മിഡ് വീക്കുകളിലാണ്. മാർച്ച് 10, 11 മിഡ് വീക്കിലും മാർച്ച് 17, 18 മിഡ് വീക്കിലുമായിട്ട് ആദ്യ ലെഗും രണ്ടാം ലെഗും നടക്കും. ക്വാർട്ടർ ഫൈനൽസിൻ്റെ ഫിക്സർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ 7, 8 തീയതികളിലായിട്ട് ആദ്യ പാദവും ഏപ്രിൽ 14, 15 തീയതികളിലായിട്ട് രണ്ടാം പാദവും നടക്കും. സെമി ഫൈനൽസിൻ്റെ ഫിക്സർ തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ 28, 29 തീയതികളിലായിട്ട് ആദ്യപാദ സെമി ഫൈനലും മെയ് 5, 6 തീയതികളിലായിട്ട്
രണ്ടാം പാദ സെമി ഫൈനൽ മത്സരങ്ങളും നടക്കും. ഫൈനൽ മത്സരം ബുഡാപെസ്റ്റിലാണ്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ മെയ് 30-നാണ് 2026 മെയ് 30-നാണ് ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫിക്സർ നിർണയ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതാണ് അതിൻ്റെ വിശദവിവരങ്ങൾ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4:30-നാണ് ഫിക്സർ നിർണയം നടക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.